പോയാൽ പ്രതിപക്ഷ പ്രവർത്തനത്തെ പരോക്ഷമായി വിമർശിച്ച തോമസ് ഐസക് സമരങ്ങൾ കൊണ്ട് കേരളം പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് ഐസക് വിമർശിച്ചു. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എങ്ങനെ സമരം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് VS. അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാകണം സമരങ്ങളെന്നും ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് ഈ മാറിയ കാലത്തിനനുസരിച്ച് പുതിയ വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. VSന്റെ തലമുറയുടെയൊക്കെ കാലത്ത് മരണത്തിൻ്റെ 1-ാം വാർഷികത്തിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ അവര് കേരളത്തിൽ ഒരു വലിയ അധീശത്വം, മേധാവിത്വം എന്ന് പറഞ്ഞാൽ കുറച്ച് കനത്തു പോകും. അംഗീകാരം നേടിയെടുത്തിരുന്നത് കലയിലായാലും എവിടെയായാലും ഇന്നതുണ്ടാ. എങ്ങനെയാണ് പോരാടുക പ്രതിപക്ഷത്തിരുന്ന് VS നമ്മളെ കാണിച്ചു തന്നത്? സാമുദായിക സംഘടനകള്, ശക്തികള് സാമുദായികമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഏകോപിപ്പിക്കാനാണ്. VSന്റെ കാലത്ത് നടന്നിട്ടില്ലല്ലോ. ഒരു മടിയില്ലാതെ സമുദായ നേതാക്കന്മാരുടെ വീടിന്റെ മുന്നിൽ മൈക്ക് കെട്ടി വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഭൂമികൾക്ക് ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോ ഈ കാര്യങ്ങള് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. 2029 കേരളം തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ മുന്നേറ്റത്തിന്റെ തുടക്കമായിട്ട് ഈ ദിനാചരണം മാറ്റണം. അമൽ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. VS എന്ന സമരസൂര്യനെ അനുസ്മരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ പുതിയ തലമുറയോട് ആവാഹിക്കുവാനാണ് അദ്ദേഹം പറയുന്നത്. വിമർശനത്തിനപ്പുറം അങ്ങനെ കൂടി വേണ്ടേ അതിനെ കാണാൻ? ശ്യാമിലി, VS എന്നാൽ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VSന്റെ പേര് കേരള സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതുമാണ്. ആ തിരുത്തൽ ശക്തിയുടെ ഓർമ്മകൾ പുതുക്കുകയാണ് ഇന്ന് ആലപ്പുഴയിൽ വലിയ ചുടുകാടിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരം പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഐസക് വേദിയിൽ വെച്ച് നടത്തിയത്. ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ ഈ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഐസക്കിന്റെ വിമർശനങ്ങൾ ഉണ്ടായതും. അതിൽ പ്രധാനമാണ്, ആ വിമർശനങ്ങളിൽ പ്രധാനമാണ് ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ചയെക്കുറിച്ച് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞ കാര്യങ്ങൾ. ഒരു മാസമായി UDF സർക്കാർ ഒരു മാസം കൊണ്ട് തന്നെ കേരള സമൂഹത്തെ ജനങ്ങളെ ആകെ വെറുപ്പിച്ചിരിക്കുകയാണ്. അദാനി വിഷയത്തിലടക്കം വലിയ രീതിയിലുള്ള അതൃപ്തി കേരളത്തിൽ ഉടനീളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടും ഇരിക്കുന്നു. VS ആയിരുന്ന സമയത്ത്, VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെല്ലാം കേരളം കണ്ടതാണ് എങ്ങനെ ഒരു പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കൂട്ടി വായിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. KN ബാലഗോപാൽ അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു. സഭയിൽ KN ബാലഗോപാൽ LOPയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള വിവാദമാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഐസക്കിന്റെ വിമർശനം വരുന്നത് എന്ന കാര്യം പ്രത്യേകം എടുത്ത് കാണേണ്ടതുണ്ട്. ഏതായാലും ഇനിയുള്ള നാളുകളിൽ ഈ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷമായി പോകാൻ പാർട്ടിക്കും മുന്നണിക്കും സാധിക്കട്ടെ എന്നാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞു വെച്ചത്. ശ്യാമിലി.